പീരുമേട് തോട്ടാപ്പുരയ്ക്ക് സമീപം മീൻമുട്ടി വനത്തിൽ ജീവൻ പൊലിഞ്ഞ ആദിവാസി യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ആദർശ് രാധാകൃഷ്ണൻ ഇന്നലെ മെഡിക്കൽ റിപ്പോർട്ട് ബ്യൂറോയ്ക്ക് സമർപ്പിച്ചു. ജൂൺ മാസം 13-ാം തീയതിയാണ് സീത കൊല്ലപ്പെട്ടത്. 2 ആഴ്ചകൾക്ക് ശേഷമാണ് സീതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് സർജൻ സമർപ്പിച്ചത്. കഴിഞ്ഞ 14-ാം തീയതിയാണ് സീതയുടെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ച് ഫോറൻസിക് സർജൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ സീതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നതിൽ ഏറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതോടെ കേസന്വേഷണം നടത്തുന്ന പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസണും സംഘത്തിനും അന്വേഷണം കൂടുതൽ സുഗമമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഫോറൻസിക് വിഭാഗം മേധാവിയും വനം വകുപ്പും സീതയുടെ മരണം കൊലപാതകമാണ് എന്ന് ആരോപിക്കുമ്പോഴും സീത കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിലാണ്. സീതയുടെ ജീവൻ പൊലിഞ്ഞത് കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയെന്ന് ഭർത്താവ് ബിനുവും മക്കളും ഉറച്ചു നിൽക്കുകയാണ്. സീതയുടെ മരണത്തിലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ആവശ്യമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം നടപടികൾ വേണം എന്ന് പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിലൂടെ ഇതിനെല്ലാം പരിഹാരമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്.